പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ദൈവകുമാരനും പരിശുദ്ധ മാതാവിനും പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ 2024 ഫെബ്രുവരി 24 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. എൻ്റെ പേര് ജിബിൻ എന്നാണ്. ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഇടമണ്ണ ഇടവകയാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഞാൻ 2024 ഫെബ്രുവരി 24 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സ്ട്രേഞ്ചായിട്ട് തോന്നും. അതായത് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഭയങ്കര തടസ്സമായിരുന്നു. ഇപ്പം നമ്മളൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണമെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്നാൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ശ്രദ്ധയില്ല. പ്രാർത്ഥിക്കും പലവിധ ചിന്തകൾ വരുവാണ്. പക്ഷെ അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വർക്ക് സ്ട്രെസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സോ ഒന്നുമില്ല. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള കാരണങ്ങളൊന്നുമില്ല, എന്തെങ്കിലും ശീലങ്ങളോ അങ്ങനൊന്നുമില്ല. അപ്പം ഞാനത് മാറാനായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി. ഇങ്ങനെ ആര്യത്തറ പള്ളിയിൽ പോയി, കല്ലൂർ പോയി, വേളാങ്കണ്ണി പോയപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ കൃപാസനം എന്ന് ഇങ്ങനെ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, ആലപ്പുഴ ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ജസ്റ്റ് തോന്നിയിട്ട് ഞാനിവിടെ വന്നു. എനിക്കിവിടെ ഉടമ്പടി ഉണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്നത് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഉടമ്പടി ഉണ്ട്, നമ്മളിവിടെ ഉടമ്പടി എടുക്കണമെന്നൊക്കെ മനസ്സിലായത്. ഞാൻ അന്ന് തന്നെ രാവിലെയാണ് വന്നത്, അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റി, ദൈവം അനുഗ്രഹിച്ച്. അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ പത്രം കൊടുക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പത്രം കൊടുക്കാനൊക്കെ ഒരു മടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ പള്ളിയിലൊക്കെ വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് പത്രം. പിന്നെ 1-2 തവണ പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ മാറ്റം വന്നു. ഏകദേശം 4ാമത്തെ പുതുക്കലിലാണ് എനിക്ക് ആ പ്രാർത്ഥനാ തടസ്സം ഭയങ്കരമായിട്ട് മാറിക്കിട്ടിയത്. ഏകദേശം ഒരു 70% ഒരു മാറിക്കിട്ടിയെന്ന് പറയാം, ദൈവം അനുഗ്രഹിച്ചിട്ട്. പിന്നീട് എനിക്ക് ഉള്ളതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് ട്രാവൽ ചെയ്താലൊക്കെ ഭയങ്കരമായിട്ടുള്ള കണ്ണിന് വേദന, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കണ്ണിന് ഒരു പുകച്ചിൽ പോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യത്തിന് റീസെൻ്റ്ലി ഈ ഓശാനയുടെ തലേദിവസം ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് ഉടമ്പടി എടുത്ത ശേഷം. പ്രത്യേകിച്ച് ഞായറാഴ്ചയായിരുന്നു. ഞാനപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഞാനപ്പോൾ അവരോട് പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് അവരോട് പോകാൻ പറ്റില്ല, ജസ്റ്റ് 5 മിനിറ്റ് ഞാൻ ലേറ്റായി പോയി ഞാൻ എത്തിയപ്പോൾ. പിന്നെ ഞാൻ അടുത്തുള്ള പള്ളി സെർച്ച് ചെയ്ത് ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അവരോടൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ചതൊരു അടുത്തൊരു ചാപ്പലുണ്ടായിരുന്നു. അവിടെ 5 മണിക്ക് കുർബാനയുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ പെരുന്നാളായിരുന്നു ഞാൻ ചെന്ന സമയത്ത്. എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ ചെന്ന പെരുന്നാളാണ്. അപ്പം അന്ന് ഞാൻ ട്രാവലൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ കണ്ണിന് ചെറിയൊരു പുകച്ചിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കുർബാനയ്ക്ക് മുമ്പായിട്ട് അവിടെ കൊന്തയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, നീ ജോസഫ് അച്ഛന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇഷ്ടമുള്ളൊരു നിയോഗം മനസ്സിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുശേഷം കണ്ണിൻ്റെ അത് വന്നിട്ടില്ല. അത് കോയിൻസിഡൻ്റലായിരിക്കും. മേ ബി അന്ന് അവിടെ പ്രസംഗം പറഞ്ഞ അച്ഛൻ പ്രസംഗിച്ചത് ഒരു അച്ഛനുണ്ട്, ഒരു ജോസഫ് അച്ഛൻ എന്ന് പറഞ്ഞൊരു കണ്ണ് വയ്യാത്തൊരു അച്ഛൻ്റെ ഒരു കാര്യമാണ് പ്രസംഗിച്ചത്. രണ്ടാമത് അന്ന് ബേത്സൈദയിൽ കണ്ണിന് പ്രശ്നമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പം അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. പിന്നീട് എനിക്ക് ഒരു ഫിഷറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ്. പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വെള്ളം കുടിച്ചില്ലെങ്കിലൊക്കെ അതിൻ്റേതായ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച്, വിശുദ്ധ വസ്തുക്കളായി ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കഴിഞ്ഞ നവംബറിൽ ഞാനൊരു യൂറിൻ ഇൻഫെക്ഷൻ്റെ കാര്യത്തിൽ അഡ്മിറ്റ് ആയ സമയത്ത് 2 ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പം അത് പൂർണ്ണമായും മാറിയെന്ന് അറിഞ്ഞു. പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മൈഗ്രെയിനും ഞാനത് പ്രത്യേകിച്ച് ഈ ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ വിശുദ്ധ വസ്തുവായിട്ടുള്ള വിശുദ്ധ എണ്ണ നമ്മൾ തെറ്റിയിൽ കുരിശ് വരച്ച് പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അത് പൂർണ്ണമായിട്ട് ഇപ്പം മാറിക്കിട്ടി. കാരണം നമുക്ക് മൈഗ്രെയിനൊക്കെ ഉള്ളവർക്കറിയാം, അത് ഭയങ്കര സിവിയറായിട്ട് മൈഗ്രെയിൻ ഉള്ളപ്പോൾ നമുക്ക് ഫുള്ള് ബ്ലാക്ക് ഔട്ടായി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ്. ആ ദിവസം ഫുള്ള് പോകുന്ന അവസ്ഥയാണ്. ദൈവം അനുഗ്രഹിച്ചിട്ട് അത് മാറിക്കിട്ടി. പിന്നെ ഞാൻ ഇവിടെ നാട്ടിലുള്ള സമയത്താണെങ്കിലും ഇവിടെ ഉള്ളപ്പോഴാണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ പല ഭാഷയിലുള്ള പത്രങ്ങൾ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. കന്നഡ പത്രം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്, തമിഴ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്, പിന്നെ മലയാളം കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. പിന്നെ ദൈവം അനുഗ്രഹിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ പരമാവധി പറ്റുന്ന ആൾക്കാരോടെല്ലാം
കൃപാസനത്തെ പറ്റി പറയാനായിട്ട് സാധിക്കാറുണ്ട്. അത് ചിലരെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള ചിലരെങ്കിലുമൊക്കെ ഉടമ്പടി എടുത്തു, ഞാൻ വഴിയായിട്ട് ഉടമ്പടി എടുത്തു. വലിയ ദൈവാനുഗ്രഹമാണത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എവിടെയെങ്കിലും ഇപ്പം ഞാൻ ബാംഗ്ലൂരാണെങ്കിൽ അവിടെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്, അവിടെ സഹായിക്കാനൊക്കെ പോകാറുണ്ട്. പിന്നെ നാട്ടിലുള്ള സമയത്ത് എവിടെയെങ്കിലും അനാഥ മന്ദിരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രോഗികളുടെ കൂടെ ചെയ്യാറുണ്ട്. പിന്നെ ഏത് സ്ഥലത്താണെങ്കിലും കാരുണ്യപ്രവൃത്തി പറ്റുന്ന സ്ഥലം ഇപ്പം നമുക്ക് അറിയത്തില്ലെങ്കിലും കണ്ടുപിടിച്ച് പോയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് ഭയങ്കര ലൈറ്റാവും. നമുക്ക് മുമ്പ് കുറച്ച് ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നമുക്ക് ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് പോകും. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ആ പ്രശ്നങ്ങളിൽ നമ്മളിപ്പോൾ ഭയങ്കര ഒരു വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ഒരു ഷിപ്പിലാണെങ്കിൽ അത് നമ്മളൊന്നും അറിയില്ല, സ്മൂത്തായിട്ട് പോകും. ആ ഒരു ദൈവാനുഗ്രഹവും ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമ്മൾ കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരാൻ പറ്റും. പണ്ട് ഞാനൊക്കെ ഞായറാഴ്ചയിലും പിന്നെ പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ മാത്രം, കടപ്പെട്ട ദിവസങ്ങളിലും പിന്നെ ശനിയാഴ്ചയൊക്കെ മാത്രമാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം കുർബാന മുടങ്ങാതെ പോകാറുണ്ട്. എവിടെയെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിൽ ഞാൻ പള്ളിയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ റൂം എടുക്കും, അല്ലെങ്കിൽ പള്ളി കണ്ടുപിടിച്ച് ഏത് സമയത്താണോ ഉള്ളത്. ചിലപ്പം 25, 30, 40 കിലോമീറ്റർ അകലെയാണെങ്കിൽ പോലും ഞാൻ കുർബാനയ്ക്ക് ഡെയിലി പോകാറുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി ഒരു ദൈവാനുഭവത്തിൽ കൂടുതൽ അടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഉടമ്പടി വഴിയായിട്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും സർവശക്തനായ ദൈവത്തിനും പരിശുദ്ധ മാതാവിനും നന്ദി. ഉടമ്പടി ദൈവം അനുഗ്രഹിച്ച് കഴിയുന്നത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 25-ാം വചനമാണ്. മകൻ ജിബിൻ ബാബുവിൻ്റെ സാക്ഷ്യത്തിൽ നിന്നും ഈശോയിൽ നിന്ന് ലഭിച്ച ഒരു ദൈവകൃപയുടെ ഒരു വലിയ സാക്ഷ്യമാണ്. കാരണം ഈ മകൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിൽ എനിക്ക് വളരാൻ സാധിച്ചു. ദൈവസ്നേഹത്തിൽ മാത്രമല്ല, ദൈവത്തോടുള്ള സ്നേഹത്തിലും വളരുവാനാണ് സാധിക്കുന്നത് ഉടമ്പടി വഴി. മരിയൻ ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പുതുക്കലാണ്, ഒരു റിന്യൂവലാണ്. നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്ന ദൈവം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട. ജിബിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. പ്രാർത്ഥന തടസ്സമായിരുന്നു ഈ മകനുണ്ടായിരുന്നത്. അതൊരു നിയോഗമായിട്ടാണ് ഈ മകൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന തടസ്സം മാറ്റണമേ കർത്താവേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഈശോയുടെയും അമ്മയുടെയും ഉടമ്പടിയിലൂടെ അടുത്തപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ആ ദൈവസ്നേഹം അടുത്തറിയാൻ സാധിക്കുകയും പിന്നീട് ആ ദൈവസ്നേഹം, ആ ദൈവത്തിനോട് സ്നേഹത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തോടുള്ള ആ സ്നേഹം പിന്നീട് ഈ മകൻ കുർബാനയിലും കുമ്പസാരത്തിലും പ്രാർത്ഥന ജീവിതത്തിലും കൂടുതൽ ഡിസിപ്ലിൻ ആവുകയും കൂടുതൽ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തിൻ്റെ കൃപയാണ് ഒഴുകി വരുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് കണ്ണിന് വേദനയും, ഫിഷറൻ അസുഖവും, മൈഗ്രെയിൻ ഹെഡേക്കും എല്ലാ രോഗസൗഖ്യങ്ങൾ ഓരോന്നായിട്ടാണ് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൻ പൂർണ്ണമായിട്ട് രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം, നിരാശകളും ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളുമെല്ലാം ഇവയെല്ലാം ദൈവത്തിൻ്റെക്ക് കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ക്ഷീണിതരെ ശക്തിപ്പെടുത്തുന്ന ദൈവം, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന കൃപാസനം അമ്മ, പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് സമർപ്പിക്കാം. സകലരുടെയും കണ്ണുനീർ തുടച്ചു നീക്കുന്ന ഒരു ദൈവമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 25-ാം അധ്യായം 8-ാം വചനത്തിൽ നമ്മുടെ കണ്ണുനീരെ തുടച്ചു മാറ്റുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. സങ്കീർത്തനം 37:5 വചനം പറയുന്നത്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളുമെന്നാണ്. ആ നോക്കിക്കൊള്ളുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിബിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും രോഗസൗഖ്യങ്ങൾക്കും, ഈ മകൻ പറഞ്ഞതുപോലെ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ എനിക്കൊന്നിനും ഒരു
പേടിയില്ല, ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നു എന്നാണ്. കാരണം ഈശോയുടെ മമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന്. അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ആ ദൈവത്തിൻ്റെ ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ജിബിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.